കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 4. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1950. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യ പേര് നെല്ലിക്കാംപെട്ടി സാങ്ച്വറി. നെല്ലിക്കാംപെട്ടി സാങ്ച്വറി നിലവിൽ വന്ന വർഷം 1934. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് തേക്കടി. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1958. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1958. വയനാട് വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1973. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം വയനാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1973. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പറമ്പിക്കുളം. ഇരവികുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1975. ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോയിൽ.